ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ആത്മാവിനെ വെറുതെ ഇറക്കിയിട്ട് കാര്യമില്ല. ചോര കണ്ടാലേ ശരിക്കും വിശ്വസിക്കൂ. ഓ ഇത് എന്താ ഉർവശി? അയ്യോ അമ്മേ, അമ്മേ! എന്താ എന്താ പത്മിനി? അമ്മേ, ദേ അത് നോക്ക്. ഇതെങ്ങനെ ഇവിടെ രക്തം വന്നത്? ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നതാ. പെട്ടെന്ന് കുടിക്കാൻ എടുത്തപ്പോ ഗ്ലാസ്സിൽ രക്തം. പത്മിനി, നീ എന്നോട് ക്ഷമിക്കണം. പ്രിയങ്കയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഉണ്ട്. ഒരാളിലല്ല, രണ്ടുപേരിലും പ്രിയങ്കയുടെ ആത്മാവുണ്ട്. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കൽപ്പന? വേണ്ട, ആത്മാവിനോട് കളിക്കരുത്. ഏട്ടതി, സത്യമായിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ അമ്മ, എന്താ ചേച്ചി? മോളെ, മോളുടെ ദേഹത്ത് കയറിയ പ്രിയങ്കയുടെ ആത്മാവ് ദേ ഇപ്പൊ ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൽപ്പന പ്രിയങ്കയുടെ ആഭരണങ്ങൾ എടുത്തിട്ടു. അയ്യോ, ചെറിയമ്മയുടെ കയ്യില് ചായക്ക് പകരം ചോര. അയ്യോ, നോക്കൂ. അമ്മേ, ഇവിടെ എന്താ നടക്കുന്നെന്ന് അറിയാൻ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചിരുന്നു. ആണോ? അച്ഛൻ പറയുന്നതേ കാര്യങ്ങൾ കുറച്ച് കടുപ്പായിരിക്കാന്ന്. അയ്യോ ഈശ്വര! ഏട്ടത്തെയും ചെറിയമ്മയും പ്രിയങ്കയുടെ ആത്മാവ് ഉപദ്രവിക്കുമോ അമ്മേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് ഉപദ്രവിക്കാനാ? അമ്മേ, അതെ, നേരത്തെ നടന്ന പൂജ കൊണ്ട് ആത്മാവിന്റെ ശല്യം ശരിക്കും ഒഴിവായിട്ടില്ല. ആ, ഇനിയാണ് യഥാർത്ഥ പൂജ വേണ്ടത്. രക്തം കൊണ്ട് കളി തുടങ്ങി. അടുത്തത് ഇനി ജീവൻ കൊണ്ടായിരിക്കും. അയ്യോ, അത് പാടില്ല പത്മിനി. ശരിയാ.